ഇന്നത്തെ ഏറ്റവും പുതിയ ലക്കി ഭാസ്കറുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ദുൽഖർ നായകനെത്തിയ ലക്കി ഭാസ്കർ എന്ന സിനിമയുടെ ബഡ്ജറ്റ് റിപ്പോർട്ട്, ഒപ്പം തന്നെ സിനിമയിലെ ദുൽഖറിന്റെ പ്രതിഫല റിപ്പോർട്ട്, അതുകൂടാതെ സിനിമയുടെ ബോക്സ് ഓഫീസുമായി ബന്ധപ്പെട്ട കൂടുതൽ നേട്ടങ്ങളുടെയും അപ്ഡേറ്റുകളെല്ലാം തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യമേ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഒരാഴ്ച മുന്നേ തന്നെ ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം 100 കോടി വേൾഡ് വൈഡ് ഗ്രോസിലേക്ക് എത്തപ്പെട്ട ലക്കി ഭാസ്കർ എന്ന സിനിമ ഇപ്പോഴത്തെ 150 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ലക്ഷ്യമിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ഒരു വമ്പൻ ബോക്സ് ഓഫീസ് കളക്ഷൻ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന DQ സിനിമ വേറെ ലെവൽ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലുപരി നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ പല നടന്മാർക്കും സ്വപ്നം കാണാവുന്നതിലും അപ്പുറമുള്ള വലിയ വിജയം കളക്ഷനിലേക്ക് സിനിമ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വെങ്കി അറ്റ്ലൂരി സംവിധാനം ചെയ്ത് സിതാര എന്റർടൈൻമെന്റ് നിർമ്മിച്ച സിനിമ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ബഡ്ജറ്റുള്ള സിനിമയാണോ, ടെക്നിക്കലി വളരെ മികച്ചു നിൽക്കുന്ന സിനിമയാണ് എന്ന്. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് 100 കോടിയെല്ലാം തന്നെ ഗൂഗിളെല്ലാം തന്നെ പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അത്രത്തോളം ബഡ്ജറ്റ് ഇല്ല. പക്ഷേ ഏറ്റവും കുറഞ്ഞത് 50 കോടിയിലേറെ സിനിമയ്ക്ക് ബഡ്ജറ്റ് ഉണ്ട് എന്നാണ് വിവരം. അതിൽ ദുൽഖറിന്റെ മാത്രം പ്രതിഫലം 20-30 കോടി റേഞ്ചിലാണ് എന്നൊരു വമ്പൻ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ദുൽഖറിന്റെ കരിയർ ബെസ്റ്റ് റെക്കോർഡ് പ്രതിഫലം സിനിമയിലൂടെ ദുൽഖർ നേടിയെടുത്തിരിക്കുകയാണ്. ഈ സിനിമയുടെ ബിസിനസിനെ കുറിച്ച് പറയുമ്പോൾ ദുൽഖറിന്റെ പ്രതിഫലം മാത്രമല്ല ദുൽഖറിന് ഈ സിനിമയിൽ നിന്ന് ലഭ്യമാകുന്നത്, മറിച്ച് ഈ ഒരു സിനിമ കേരളത്തിൽ വിതരണം ചെയ്തിരിക്കുന്നത്, ഒപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ വിതരണം ചെയ്തിരിക്കുന്നത് ദുൽഖറിന്റെ വിതരണ കമ്പനിയാണ്. വൈഫർ ഫിലിംസ് കേരളത്തിലേക്ക് എത്തിച്ചപ്പോൾ 20 കോടി രൂപയ്ക്ക് മുകളിൽ കേരള ഗ്രോസും വിദേശ രാജ്യങ്ങളിൽ നിന്നും മികച്ച കളക്ഷൻ എല്ലാം തന്നെ നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ സിനിമയുടെ ആകെ മൊത്തത്തിലുള്ള അവിടെ നിന്നുള്ള ഷെയർ എല്ലാം തന്നെ ദുൽഖറിന്റെ വിതരണ കമ്പനിക്ക് ലഭ്യമാകുന്നു എന്ന് പറയുമ്പോൾ അത് ദുൽഖറിന് തന്നെ ലഭ്യമാകുന്ന തുകയാണല്ലോ. ഈ പറഞ്ഞ രണ്ട് മേഖലകളിൽ നിന്ന് ഏകദേശം 20 കോടിയെങ്കിലും കുറഞ്ഞത് ഷെയർ വന്നിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ദുൽഖറിന്റെ ഈ സിനിമയിൽ നിന്നുള്ള പ്രതിഫലം കൂട്ടാതെ ഷെയർ കൂടി നോക്കുകയാണെങ്കിൽ 40-50 കോടി രൂപ ദുൽഖറിന്റെ കയ്യിൽ മാത്രം കിട്ടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ ഒരു ഞെട്ടിക്കുന്ന ഒരു ബിസിനസ് നേട്ടമാണ് ലക്കി ഭാസ്കർ എന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട സിനിമയിലൂടെ തന്നെ ദുൽഖർ നേടിയെടുത്തിരിക്കുന്നത്. ഇതിനിടയിൽ സിനിമയുടെ തിയേറ്ററാണ് ഇനിയും പൂർത്തിയായിട്ടില്ല എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. ഇനിയും ഒരുപാട് കോടികൾ ബോക്സ് ഓഫീസിൽ നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുകയാണ് ലക്കി ഭാസ്കർ. ആരാധകരെ ആവേശത്തിലടുത്തുന്ന കൂടുതൽ ഇതുപോലുള്ള ലക്കി ഭാസ്കർ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.